ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ വിഷയം വരാഹാവതാരമാണ്. വിഷ്ണു ഭഗവാന്റെ ദശാവതാരത്തിലെ 3ാമത്തെ അവതാരമാണ് വരാഹാവതാരം. വൈകുണ്ഠത്തിലെ 2 കാവൽക്കാരുടെ പേരാണ് ജയനും വിജയനും. അവർക്ക് കിട്ടിയ ശാപം കൊണ്ടാണ് അവർ അസുരന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ചത്. അതിലൊരാളാണ് ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ളൊരു അസുരനായിരുന്നു. ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് വരങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അയാൾക്ക് ഭയങ്കര അഹങ്കാരമായി. അയാൾ നമ്മുടെ ഭൂമിദേവിയെ പാതാളത്തിൽ ചളിയിൽ കൊണ്ടുപോയിട്ട് പൂഴ്ത്തി വെച്ചു. അപ്പോഴാണ് ബ്രഹ്മദേവൻ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിന്ന് തള്ളവിരലിൻ്റെ വലുപ്പത്തിൽ ഒരു പന്നിക്കുട്ടി പുറത്തേക്ക് ചാടി. സാധാരണ പന്നികളുടെ പോലെ അല്ല കേട്ടോ, ഇതൊരു ഭയങ്കര ദൈവികമായിട്ടുള്ളൊരു രൂപമായിരുന്നു. നോക്കി നിൽക്കെ ആ പന്നിക്കുട്ടി അങ്ങോട്ട് വളരാൻ തുടങ്ങി. അതൊരു വീടിൻ്റെ വലുപ്പമായി, അത് കഴിഞ്ഞൊരു ആനയുടെ വലുപ്പമായി, ഒടുവിൽ ആകാശം മുട്ടണ പോലെയായി. തീപ്പൊരി പാർന്ന കണ്ണുകൾ, പർവ്വതം പോലെ ഉറച്ച തേറ്റകൾ. ആ രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പേടിയാവും. ഭഗവാൻ നിവർന്നങ്ങോട്ട് നിന്നു. എന്നിട്ട് കടലിലേക്ക് ഒരൊറ്റ ചാട്ടായിരുന്നു. എന്തിനാ? നമ്മുടെ ഭൂമിദേവിയെ രക്ഷിക്കാൻ. അങ്ങനെ കടലിൻ്റെ അടിയിൽ പോയിട്ട് കുറേ തിരഞ്ഞു ഹിരണ്യാക്ഷന് വേണ്ടിയിട്ട്. അവസാനം ഹിരണ്യാക്ഷനെ കണ്ടുകിട്ടി. അവിടുന്ന് ഭയങ്കര യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധമായിരുന്നു. അതിനെ അങ്ങനെ ഹിരണ്യാക്ഷനെ അങ്ങോട്ട് കൊന്നു. എന്നിട്ട് സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് ചളിയൊക്കെ പറ്റി പിടിച്ച ഭൂമിദേവിയെ തേറ്റയിൽ അങ്ങോട്ട് താങ്ങി ഉയർത്തിയിട്ട് കൊണ്ടുവന്നു മുകളിലേക്ക്. എന്നിട്ട് ദേവി ഇരുന്നോടത്ത് ശരിക്കും അങ്ങോട്ട് ഒന്ന് അമർത്തി അങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് വെച്ചു. അങ്ങനെ നമ്മുടെ ലോകം രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെയാണ് വരാഹാവതാരത്തിൻ്റെ കഥ വരുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യത്തേത്, ഭൂമിദേവി പ്രകൃതിയാണ്. പ്രകൃതി നമ്മുടെ അമ്മയാണ്. അമ്മയെ നമുക്ക് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമത്തെ കാര്യം, അഹങ്കാരം ഒരിക്കലും ഭൂമിയിൽ നിലനിൽക്കില്ല. അത് ഉള്ളവരെ ഭഗവാന് കണ്ണ് കാണില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്താ വെച്ചാൽ അഹം എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഞാൻ എന്ന ഭാവം ഉള്ളവനാണ് അഹങ്കാരി. ആ അഹങ്കാരം ഉള്ളവനെ നമുക്ക് ഈ ഭൂമിയിൽ അവന് നിലനിൽപ്പില്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ധൈര്യം, സേവാഭാവം, ധർമ്മം. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ധർമ്മം ഇല്ലാണ്ട് നമുക്ക് ഈ ലോകേ നിലനിൽക്കില്ല. പിന്നെ സേവാഭാവം ഉണ്ടായാലേ നമുക്ക് മനുഷ്യന്മാരോടും ജീവികളോടും നമുക്ക് കരുണ ഉണ്ടാവുള്ളൂ. കരുണ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. കാരണം ഒരാളെ സഹായിച്ചാലല്ലേ നേരാവണ്ണം കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും ആൾക്കാർ ഈ ഭൂമിയിൽ? തമ്മിൽ സഹായിക്കാനും സേവ ചെയ്യാനുമാണ്. പിന്നെ ധൈര്യവും അത്യാവശ്യമാണ്. കാരണം ധൈര്യം ഇല്ലാണ്ട് ഒന്നിനും നമുക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റില്ല. നമ്മളൊക്കെ ഭീരുക്കളായി പോവുള്ളൂ. അടുത്തതായിട്ട്, സ്വാർത്ഥത ഇല്ലാണ്ട് ലോകത്തിന് വേണ്ടി ജീവിക്കുക. കാരണം എല്ലാം എനിക്ക് എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എനിക്കെന്ന് മാത്രം വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ ഇത്രയും മനുഷ്യന്മാർ, ഇത്രയും ജീവികൾ? സഹവർത്തിത്വം ആണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴി. അത് നമ്മൾ പാലിക്കുക. അടുത്തതായിട്ട്, ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അത് സത്യത്തോടെ ജീവിക്കുക. സത്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സത്യം ഉണ്ടാവും ഇല്ലേ? അത് പരിപാലിച്ച് ജീവിക്കുക. എന്നാൽ നമുക്ക് പിന്നിൽ ഭഗവാൻ ഉണ്ടാവും, നമ്മളെ താങ്ങാൻ. ആ ഒരു ശക്തി എന്തായാലും ഉണ്ടാവും. അതാണ് ഈ അവതാരത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന പാഠങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഇത്രയും നേരം ഞാൻ പറയണ കേട്ട് നിങ്ങൾ ഇരുന്നൂലോ, അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാനും മറക്കരുതേ. പിന്നെ നാളെ നമുക്ക് നരസിംഹാവതാരമായിട്ട് കാണാം.